ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിന് മുന്നേ നമ്മൾ 10,000 റുപ്പീസ് റേഞ്ചിൽ വരുന്ന നല്ല അടിപൊളി സ്മാർട്ട് ഫോൺ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 15,000 റേഞ്ചിൽ വരുന്ന നല്ല അടിപൊളി സ്മാർട്ട് ഫോൺ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ 20,000 റുപ്പീസ് റേഞ്ചിൽ വരുന്ന നല്ല കിടിലം സ്മാർട്ട് ഫോണുകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതേപോലെ ഈ വീഡിയോയുടെ എൻഡിൽ ഈ റീസെൻ്റ്ലി ലോഞ്ച് ആവാൻ പോകുന്ന അടിപൊളി വാല്യൂ ഫോർ മണി ആയിട്ടുള്ളൊരു സ്മാർട്ട് ഫോൺ കൂടെ ഏതാണെന്ന് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്ത് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ സ്മാർട്ട് ഫോൺ സാംസങ് ഫാൻസിന് വേണ്ടിയിട്ടാണ്. അതായിരിക്കും സാംസങ് ഗാലക്സി M56 5G. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.7 ഇഞ്ചസിൻ്റെ ഫുൾ HD+ 128 സപ്പോർട്ട് ചെയ്യുന്ന സൂപ്പർ AMOLED പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. Exynos 1480 ചിപ്സെറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. 50 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ക്യാമറ, 8 മെഗാ പിക്സലും അതേപോലെ 2 മെഗാ പിക്സലിൻ്റെ മാക്രോ ക്യാമറയും 12 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയും 4K 30 FPS വരെ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാനും പറ്റും. 5000 mAh ബാറ്ററിയും 45 വാട്ട്സിൻ്റെ ചാർജും കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡിവൈസിൽ 2 ഡ്രോബാക്കുകളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇതിൻ്റെ അകത്ത് 5000 mAh ഒരു ബാറ്ററിയാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ 6000, 7000 അതേപോലെ 10,000 mAh ബാറ്ററി വരെയുള്ള സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട്. ഇപ്പോഴും സാംസങ് 5000 പിടിച്ച് നിൽക്കുകയാണ്. രണ്ടാമത്തെ നെഗറ്റീവ്, ഇതിൻ്റെ അകത്ത് ചാർജിങ് അഡാപ്റ്റർ കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരു അഡാപ്റ്ററിൻ്റെ പ്രൈസും കൂടെ ആഡ് ചെയ്യേണ്ടി വരും. ഓവറോൾ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള സ്പെക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ നോർമൽ യൂസിനാണ്, അതായത് ഡെയിലി ഇൻസ്റ്റാഗ്രാം, കോളിംഗ്, വാട്സപ്പ് ഇതിനൊക്കെയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ഡിസ്പ്ലേ ആണ്. നല്ല മൂവീസൊക്കെ കാണാനുള്ള അടിപൊളി ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിനൊരു റേറ്റിംഗ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 7 out of 10 കൊടുക്കാം. നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ സ്മാർട്ട് ഫോൺ വിവോ T4 അല്ലെങ്കിൽ iQOO C10. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഡിറ്റോ കോപ്പിയാണ്, സെയിം ടു സെയിം. ബ്രാൻഡ് മാത്രമേ ഡിഫറൻസ് ആയിട്ട് വരുന്നുള്ളൂ. നിങ്ങൾക്ക് ഏത് ബ്രാൻഡാണോ ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം. 6.77 ഇഞ്ചസിൻ്റെ ഫുൾ HD+ 128 സപ്പോർട്ട് ചെയ്യുന്ന AMOLED കർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. സ്നാപ്ഡ്രാഗൺ 7S Gen 3 ചിപ്സിലാണ് കൊടുത്തിട്ടുള്ളത്. ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ്. 50 മെഗാ പിക്സൽ പ്രൈമറി ക്യാമറ, 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് ക്യാമറ, 4K 30 FPS വരെ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാനും പറ്റും. 32 മെഗാ പിക്സലിലെ 4K 30 FPS ഷൂട്ട് ചെയ്യാൻ പറ്റിയ ഫ്രണ്ട് ക്യാമറയും 7300 mAh ബാറ്ററി കപ്പാസിറ്റിയും 90 വാട്ട്സ് ചാർജറും കൂടെ ബോക്സിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാംസങ് എടുക്കുന്നതിലും ബെറ്റർ ഓപ്ഷൻ ഈ വിവോ T4 അല്ലെങ്കിൽ iQOO C10 എടുക്കുന്നതാണ്. കാരണം ഒരു 1.5 അല്ലെങ്കിൽ 2 ഡേയ്സ് വരെ ബാറ്ററി ബാക്കപ്പ് നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഒരു പോസിറ്റീവ് കാര്യം പറയുകയാണെങ്കിൽ കർവ്ഡ് ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ അത് നമുക്കൊരു നെഗറ്റീവ് ആയിട്ടും പറയാൻ പറ്റും. കാരണം ഗെയിമിംഗ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കർവ്ഡ് ഡിസ്പ്ലേ നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നിയേക്കാം. ഓവറോൾ ഞാൻ ഇതിനൊരു 8 out of 10 റേറ്റിംഗ് കൊടുക്കും. നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ സ്മാർട്ട് ഫോൺ ഒരു സ്ലിം ആയിട്ടുള്ളൊരു ഡിവൈസാണ്. നിങ്ങൾ ഐഫോൺ എയറൊക്കെ എടുക്കാൻ നിൽക്കുകയാണ്, പക്ഷേ ബഡ്ജറ്റ് അതിനെ സമ്മതിക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയൊരു ബ്രാൻഡായിരിക്കും ടെക്നോ പോവ സ്ലിം. ഇതിൻ്റെ തിക്നെസ് വരുന്നത് ജസ്റ്റ് 6 mm ആണ്. നല്ല സ്ലിമ്മാണ്, പക്ഷേ ബാറ്ററി ബാക്കപ്പ് ഒക്കെ 5000ൻ്റെ മേളിലുണ്ട്. ഇതിൻ്റെ ബാക്കി സ്പെസിഫിക്കേഷൻസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.78 ഇഞ്ചസിൻ്റെ 144 ഹെർട്സ് സപ്പോർട്ട് ചെയ്യുന്ന ഫുൾ HD+ AMOLED കർവ്ഡ് ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. MediaTek Dimensity 6400 ചിപ്സെറ്റും ഡ്യുവൽ ക്യാമറ സെറ്റപ്പും കൂടെ കൊടുത്തിട്ടുണ്ട്. 50 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ക്യാമറ, 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് ക്യാമറ, 2K 30 FPS വരെ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാനും പറ്റും. കൂടാതെ 13 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 5160 mAh ഒരു ബാറ്ററി കപ്പാസിറ്റിയും കൊടുത്തിട്ടുണ്ട്. 45 വാട്ട്സിൻ്റെ ചാർജിങ് അഡാപ്റ്ററും കൂടെ ബോക്സിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആണ്. ഇനി ഇതിൻ്റെ പോസിറ്റീവ് കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല തിന്നായിട്ടുള്ളൊരു ഡിവൈസാണ്. ഏകദേശം ഐഫോൺ എയറിൻ്റെ അതേ തിക്നെസ് ആണ് ഇതിൻ്റെ അകത്തും കൊടുത്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി ഒന്നും കുറച്ചിട്ടില്ല. ഏകദേശം 5160 mAh ഒരു ബാറ്ററി കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ട്. ഈ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി 44 വാട്ട്സിൻ്റെ ചാർജറും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നെഗറ്റീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സർവീസാണ്. ഇതിൻ്റെ സർവീസ് ഉണ്ടോ എന്ന് പോലും അറിയില്ല. ബാക്കി പെർഫോമൻസ് ഒക്കെ ഡീസൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഡിവൈസിന് 7 out of 10 റേറ്റിംഗ് കൊടുക്കും. നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ Oppo K13 5G ആണ്. കൂടുതൽ ആൾക്കാരും പ്രിഫർ ചെയ്യുന്ന ഒരു ഡിവൈസും കൂടിയാണിത്. നല്ല ബാറ്ററി ബാക്കപ്പ്, നല്ല ഫാസ്റ്റ് ചാർജിങ് കൂടെ കൊടുത്തിട്ടുള്ള ഒരു ഓവറോൾ പെർഫോമൻസ് ഒക്കെ കുഴപ്പമില്ലാത്തൊരു ഡിവൈസും കൂടിയാണ് Oppo K13 5G. ഇതിൻ്റെ ബാക്കി സ്പെസിഫിക്കേഷൻസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.67 ഇഞ്ചസിൻ്റെ 128 സപ്പോർട്ട് ചെയ്യുന്ന ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. സ്നാപ്ഡ്രാഗൺ 6 Gen 4 ചിപ്സിനാണ് കൊടുത്തിട്ടുള്ളത്. ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ്. 50 മെഗാ പിക്സൽ പ്രൈമറി ക്യാമറ, 2 മെഗാ പിക്സലിൻ്റെ മാക്രോ ക്യാമറ. ഇതിൻ്റെ പ്രൈമറി ക്യാമറ യൂസ് ചെയ്ത് നിങ്ങൾക്ക് 4K 30 FPS വരെ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. 16 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. 1080p 30 FPS വരെ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാനും പറ്റും. 7000 mAh ഒരു ബാറ്ററി കപ്പാസിറ്റിയും 80 വാട്ട്സിൻ്റെ ചാർജിങ് അഡാപ്റ്ററും കൂടെ ബോക്സിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള 20,000 പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു കിഡിലൻ വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു പെർഫെക്റ്റ് ഡിവൈസ് ആയിരിക്കും Oppo K13 5G. ഈ ഒരു ഡിവൈസിൻ്റെ ഓവറോൾ റേറ്റിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചിപ്സെറ്റ് കൊടുത്തിട്ടുണ്ട്. 7000 mAh ഒരു മാസീവ് ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ഏകദേശം നിങ്ങൾക്ക് 1.5 അല്ലെങ്കിൽ 2 ഡേയ്സ് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും. ഈ ഒരു ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് 90 വാട്ട്സിൻ്റെ ചാർജിങ് അഡാപ്റ്ററും കൂടെ ബോക്സിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. നല്ല അടിപൊളി ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. നല്ല ക്യാമറ പെർഫോമൻസും കൂടെയുണ്ട്. ഓവറോൾ ഞാൻ ഇതിനൊരു 9 out of 10 കൊടുക്കും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ.
നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ റിയൽമി P3 Pro ആണ്. നല്ല സ്പെക്കാണ് കൊടുത്തിട്ടുള്ളത്. 6.83 ഇഞ്ചസിൻ്റെ 120Hz സപ്പോർട്ട് ചെയ്യുന്ന ഫുൾ HD+ AMOLED കർവ്ഡ് ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. സ്നാപ്ഡ്രാഗൺ 7S Gen 3 ചിപ്സെറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ്. 50 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ക്യാമറ, 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് ക്യാമറ, 4K 30fps സപ്പോർട്ട് ചെയ്യും. ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 60 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 1080p 30fps നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാനും പറ്റും. 6000 mAh ബാറ്ററിയാണ് കൊടുത്തിട്ടുള്ളത്. 80 വാട്ട്സ് ചാർജിങ് അഡാപ്റ്ററും കൂടെ ബോക്സിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. നല്ല ബെറ്റർ പെർഫോമൻസ് കിട്ടുന്നുണ്ട്. അതേപോലെ 6000 mAh ബാറ്ററിയും 80 വാട്ട്സിൻ്റെ ചാർജിങ് അഡാപ്റ്ററുമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനൊരു ഓവറോൾ ഒരു 8 out of 10 റേറ്റിംഗ് കൊടുക്കും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ റിയൽമിയുടെ തന്നെയാണ്. അതായിരിക്കും റിയൽമി നാർസോ 80 Pro. നമ്മുടെ റിയൽമി P3 Proയുടെ ഒരു സെയിം സ്പെക്കിൽ തന്നെയാണ് ഈ ഒരു നാർസോ 80 Proയും കൂടെ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് ഡിസ്പ്ലേക്ക് ചെറിയ വ്യത്യാസമുണ്ട്, അതേപോലെ പ്രോസസ്സറിന്. ഓവറോൾ പെർഫോമൻസ് ഒക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഈ ഒരു ഡിവൈസിൻ്റെ ബാക്കി സ്പെസിഫിക്കേഷൻസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.7 ഇഞ്ചസിൻ്റെ 120Hz സപ്പോർട്ട് ചെയ്യുന്ന ഫുൾ HD+ OLED കർവ്ഡ് ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. MediaTek Dimensity 7400 ചിപ്സെറ്റും ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ്. 50 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ക്യാമറ, 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് ക്യാമറയും 4K 30fps നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാനും പറ്റും. 16 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയും 1080p 30fps നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാനും പറ്റും. സെയിം 6000 mAh ബാറ്ററിയാണ് കൊടുത്തിട്ടുള്ളത്. ചാർജിങ്ങിന് വേണ്ടി 80 വാട്ട്സ് ചാർജിങ് അഡാപ്റ്ററും കൂടെ ബോക്സിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഓൾമോസ്റ്റ് സെയിം സ്പെക്കാണ്, പക്ഷേ പ്രൈസിൻ്റെ കാര്യത്തിൽ നല്ല ഡിഫറൻസ് വരുന്നുണ്ട്. റിയൽമി നാർസോ 80 Proയ്ക്ക് ഏകദേശം 18,000 rupees, പക്ഷേ റിയൽമി P3 Proയ്ക്ക് ഏകദേശം 22,000 rupees വരുന്നുണ്ട്. ഏകദേശം 4,000 rupees ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ബെറ്റർ ആയിട്ട് തോന്നിയത് നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം. ഇതുപോലുള്ള ടെക് റിലേറ്റഡ് കണ്ടൻസിനായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ലിസ്റ്റിലെ അടുത്തൊരു സ്മാർട്ട് ഫോണാണ് CMF Phone 2 Pro. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന വൺ ഓഫ് ദ ക്ലീനസ്റ്റ് OS ഉള്ളൊരു ഡിവൈസും കൂടിയാണ് CMF Phone 2 Pro. 6.77 ഇഞ്ചസിൻ്റെ 120Hz സപ്പോർട്ട് ചെയ്യുന്ന ഫുൾ HD+ ഫ്ലെക്സിബിൾ AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. MediaTek Dimensity 7300 Pro ചിപ്സെറ്റും കൂടെ വരുന്നുണ്ട്. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. 50 മെഗാ പിക്സലിലെ പ്രൈമറി ക്യാമറ, 8 മെഗാ പിക്സലിലെ വൈഡ് ആംഗിൾ ക്യാമറ, 50 മെഗാ പിക്സലിലെ ടെലിഫോട്ടോ ക്യാമറയും കൂടെ കൊടുത്തിട്ടുണ്ട്. 4K 30fps വരെ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്ത് നിങ്ങൾക്ക് 1080p 30fps വരെ ഷൂട്ട് ചെയ്യാം. 16 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. 5000 mAh ബാറ്ററിയാണ് കൊടുത്തിട്ടുള്ളത്. 33 വാട്ട്സിൻ്റെ ചാർജിങ് അഡാപ്റ്ററും കൂടെ ബോക്സിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഈ ഒരു ഡിവൈസിൻ്റെ പോസിറ്റീവ് കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്ലീൻ OS കൊടുത്തിട്ടുണ്ട്. പലരും പ്രിഫർ ചെയ്യുന്നതും ഈ ഒരു നത്തിങ്ങിൻ്റെ ക്ലീൻ OS ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് കൂടെ കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു നെഗറ്റീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5000 mAh ഒരു ബാറ്ററിയാണ്. കുഴപ്പമാണെന്ന് പറയുന്നില്ല, പക്ഷേ നമുക്ക് ഈസിലി 1 to 2 days ഒക്കെ എത്തണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 6000-7000 mAh ബാറ്ററിയെങ്കിലും വേണം. അതുകൊണ്ട് തന്നെ ഓവറോൾ ഞാൻ ഇതിനൊരു 8 out of 10 കൊടുക്കും. അടുത്തായിട്ട് നമുക്കൊരു ഗെയിമിംഗ് ഫോൺ നോക്കാം. അതായിരിക്കും പോക്കോ X7 Pro. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഗെയിമിംഗ് ഫോണും കൂടിയാണ് ഈ പോക്കോ X7 Pro. കാരണം ഇതിൻ്റെ അകത്ത് Dimensity 8400 അൾട്രാ ചിപ്സെറ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. ബാക്കി സ്പെസിഫിക്കേഷൻസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.67 ഇഞ്ചസിൻ്റെ 120Hz സപ്പോർട്ട് ചെയ്യുന്ന ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ്. 50 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ക്യാമറ, 8 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് ക്യാമറയും 4K 60fps വരെ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാനും പറ്റും. 20 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയും 1080p 30fps വരെ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാനും പറ്റും. 6550 mAh ഒരു ബാറ്ററി കപ്പാസിറ്റിയും 90 വാട്ട്സിൻ്റെ ചാർജിങ് അഡാപ്റ്ററും കൂടെ ബോക്സിനകത്ത് ഇൻക്ലൂഡ് ആണ്. ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഗെയിമിംഗ് ഫോണും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഞാനിതിനൊരു 8 out of 10 റേറ്റിംഗ് കൊടുക്കും. നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോണും ഒരു ക്ലീൻ OS കിട്ടുന്ന ഒരു ഡിവൈസാണ്. അതായിരിക്കും മോട്ടറോള Edge 60 Fusion. ഈ ഒരു ഡിവൈസിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.67 ഇഞ്ചസിൻ്റെ ഫുൾ HD+ സപ്പോർട്ട് ചെയ്യുന്ന 120Hz OLED കർവ്ഡ് ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. MediaTek Dimensity 7400 ചിപ്സെറ്റും ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 50 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ക്യാമറ, 30 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറയും 4K 30fps വരെ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാനും പറ്റും. 32 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറ, അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് 4K 30fps വരെ ഷൂട്ട് ചെയ്യാനും പറ്റും. 5500 mAh ഒരു ബാറ്ററി കപ്പാസിറ്റിയും 68 വാട്ട്സിൻ്റെ ടെർബോ ചാർജിങ് കൂടെ കൊടുത്തിട്ടുണ്ട്. ക്ലീൻ OS ആണ്. സർവീസ് സെൻ്ററൊക്കെ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഡിവൈസ് ആയിരിക്കും മോട്ടറോള Edge 60 Fusion. ഓവറോൾ ഞാനിതിനൊരു 8 out of 10 കൊടുക്കും. ഇനി റീസെൻ്റായിട്ട് ലോഞ്ച് ആവാൻ പോകുന്ന, അതായത് മാർച്ച് 24 ലോഞ്ച് ആവാൻ പോകുന്ന ഒരു ഡിവൈസാണ് വിവോ T5X. 6.76 ഇഞ്ചസിൻ്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ്. 120Hz വരെ സപ്പോർട്ട് ചെയ്യും. MediaTek Dimensity 7400 ചിപ്സെറ്റും ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ്. 50 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ക്യാമറയും 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് ക്യാമറയും കൂടെ കൊടുത്തിട്ടുണ്ട്. 4K 30fps വരെ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാനും പറ്റും. 32 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയും 4K 30fps വരെ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാനും പറ്റും. 7200 mAh ഒരു ബാറ്ററി കപ്പാസിറ്റിയും 44 വാട്ട്സിൻ്റെ ചാർജിങ് അഡാപ്റ്ററും കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡിവൈസിൻ്റെ ലോഞ്ചിങ് പ്രൈസ് വരുന്നത് 17,499 rupees ആണ്. ലോഞ്ച് ആവുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സ്ചേഞ്ചിൽ നല്ലൊരു എക്സ്ചേഞ്ച് ബോണസും കിട്ടും. അതേപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് ഓഫേഴ്സ് ഒക്കെ ഉണ്ടാവും. ഏകദേശം ഒരു 14,000 അല്ലെങ്കിൽ 15,000 തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസ് പർച്ചേസ് ചെയ്യാനും പറ്റും. ഈ ഒരു ഡിവൈസിൻ്റെ പോസിറ്റീവ് കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി ബാറ്ററി കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ട്. ഏകദേശം 7200 mAh ഒരു ബാറ്ററിയും ഒരു 44 വാട്ട്സിൻ്റെ ചാർജിങ് അഡാപ്റ്ററും
ഫീച്ചേഴ്സും കൂടെ ബോക്സിനകത്ത് ഇൻക്ലൂഡ് ആണ്. പക്ഷേ ഇതിൻ്റെ ഒരു നെഗറ്റീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ LCD ഡിസ്പ്ലേ ആണ്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ച്, അതായത് ഒരു 14,000 അല്ലെങ്കിൽ 15,000 കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഡിവൈസും കൂടിയാണ് ഈ ഒരു വിവോ T5X. ഈ ഒരു പ്രൈസും സ്പെസിഫിക്കേഷൻസൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഈ ഒരു ഡിവൈസിന് ഏകദേശം 8/10 റേറ്റിംഗ് കൊടുക്കും. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ടെക് കണ്ടൻസിനായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.